ശ്രീ ശ്രീ പത്മനാഭൻ, ഫണ്ട് വിനിയോഗത്തിലടക്കം പല സംശയങ്ങളും നിഴലിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇത്തവണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം എന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സംശയങ്ങളും ഒക്കെ പല ഭാഗത്തു നിന്നും ഉണ്ടായി. കാരണം 2018 പ്രളയം തൊട്ട് ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേടുകൾ ഓരോരുത്തരും എണ്ണി സൂചിപ്പിക്കുകയുണ്ടായി. മാധ്യമങ്ങളടക്കം അത് പലതവണ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. ആ ഫണ്ട് വിനിയോഗം, വക മാറ്റി ചിലവഴിക്കൽ ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇത്തവണയും എന്തിന് എന്നുള്ള സംശയങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സർക്കാരും സർക്കാർ പ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ ഉന്നയിച്ചത്. ഈ അവസരത്തിലാണോ നിങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഉയർത്തിയത്. വയനാടിൻ ജനതയുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങളടക്കം ഇപ്പോൾ ഇത് കൊണ്ടുവന്നിങ്ങനെ പറയുന്നത് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വന്നു. പക്ഷേ ഫണ്ട് വിനിയോഗത്തിലെ സംശയങ്ങൾ സംശയങ്ങളായി തന്നെ നിലനിൽക്കുകയല്ലേ? അല്ല, എന്തുകൊണ്ടാണ് ഫണ്ട് വിനിയോഗവും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായത്? അതിന്ന് ഉണ്ടായതാണോ? ഈ എന്താ പറയുക, വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ഉണ്ടായതല്ലോ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫണ്ട് വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ വിജിലൻസ് കേസ് എടുത്തിട്ടുണ്ട്. അത് ഒരു കേസോ രണ്ട് കേസോ അല്ല, നിരവധി കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. ഇനി കേസ് അവിടെ നിൽക്കട്ടെ. കേസ് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ പാർട്ടിക്കാരോ ഭരണത്തിന് സ്വാധീനമുള്ളവരോ ചെയ്യുന്ന ഒരു തെറ്റാണ്. അത് ഇപ്പൊ സർക്കാരിന്റെ തലയിലേക്ക് കെട്ടിവെച്ചിട്ട് കാര്യമില്ല. സർക്കാർ ആ തെറ്റിനെതിരെ നടപടി എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ ഫണ്ട് എടുത്തിട്ട് ഒരു MLA-യുടെ കുടുംബത്തിന്റെ കടബാധ്യത തീർക്കാൻ വേണ്ടി കൊടുത്തില്ലേ? വേറൊരു രാഷ്ട്രീയ നേതാവിന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി കൊടുത്തില്ലേ? ഈ ആളുകളുടെ ഒന്നും കുടുംബത്തെ സഹായിക്കേണ്ട എന്ന അഭിപ്രായക്കാരല്ല നമ്മളും. പക്ഷേ അത് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണോ കൊടുക്കേണ്ടത്? അതിനെ ചൊല്ലി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? അപ്പോൾ ഈ ഫണ്ട് സുതാര്യമായ രീതിയിൽ എന്തിനു വേണ്ടിയാണോ ഇത് സ്ഥാപിച്ചത്, അല്ലെങ്കിൽ എന്തിനാണോ ഇതിന്റെ ലക്ഷ്യം, അതിൽ നിന്നും വ്യതിചലിച്ച് മറ്റു പല ആവശ്യങ്ങൾക്കും ചെലവാക്കുന്നു എന്ന വിഷയം ഉയർന്നു വന്നതിന് ശേഷമല്ലേ ഈ പ്രശ്നം ഉണ്ടായത്? അതുകൊണ്ടല്ലേ ഇത്തവണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം വന്നത്? അപ്പോൾ അത് പറയുന്നതിന്റെ പേരിൽ കേസെടുത്തിട്ട് എന്താ കാര്യം? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ എടുത്ത ആ കേസ് നിൽക്കുവോ? ജനാധിപത്യപരമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയ, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആ കേസൊന്നും നിൽക്കാൻ പോകുന്നില്ല. വെറുതെ വഷളാവാൻ നിൽക്കുക. മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന്റെ പേരിൽ പണ്ട് കുറെ കേസെടുത്തിരുന്നു. അതൊക്കെ പോയവയ്ക്ക് പുല്ല് മുളച്ചിട്ടില്ല. ഇനി ഈ കോവിഡ് കാലം ഉണ്ടായല്ലോ. കോവിഡ് കാല സമയത്ത് കേരളത്തിലെ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്താ പറഞ്ഞത് ഈ വാക്സിനെ സംബന്ധിച്ച്? അത് വേണ്ടത്ര പരീക്ഷണങ്ങൾ നടത്താതെ ഇറക്കിയ വാക്സിനാണെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അങ്ങോരെ പേരിൽ ആരെങ്കിലും കേസെടുത്തോ? പിന്നെ അഖിലേഷ് യാദവ് എന്താ പറഞ്ഞത്? ഇത് BJP-യുടെ വാക്സിനാണ്, ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? പക്ഷെ കേസെടുത്തിട്ടില്ലല്ലോ. അതൊന്നും നിൽക്കാത്ത കാര്യമാണ്. അപ്പോൾ ഈ കേസെടുത്ത് ഇവരെന്താ വിചാരിക്കുന്നത്? ഈ അടിയന്തരാവസ്ഥയെ തോൽപ്പിച്ച ജനങ്ങളാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ. അവരെ ഈ കേസും കൊണ്ട് പേടിപ്പിക്കുക? ഇവരേത് ലോകത്താണ് ജീവിക്കുന്നത്? ഇനി ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് യാഥാർത്ഥ്യങ്ങൾ പറയാം. 1984 മുണ്ടക്കൈ മലയിൽ ആദ്യത്തെ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. അതിന് മുമ്പ് ചെറുതുണ്ടായിട്ടുണ്ടോ നമുക്കറിയില്ല. അന്ന് 17 ആളോ 16 ആളോ മരിച്ചു. അന്നും കുറച്ച് ആൾക്കാരുടെ ശവശരീരം കിട്ടിയത് ഈ പോത്തുകലിൽ നിന്നും നിലമ്പൂരിൽ നിന്നൊക്കെയാണ്, ചാലിയാർന്നാണ്. അപ്പൊ ഈ ആ സംഭവം നടന്നതിന് ശേഷം കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ ചൂരൽമലയെ പറ്റിയും ഈ മുണ്ടക്കൈ മലയെ പറ്റിയും ലേഖനങ്ങൾ വന്നിട്ടില്ലേ? ഇവരെ രക്ഷിക്കണം, ഇത് അപകടകരമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, സെറ്റിൽമെന്റ്സ് വരുന്നുണ്ട്, ഈ മല ഒരു ദുർബലമായ മലയാണ്, ഇതിന്റെ മേൽമണ്ണിന് ബലം പോരാ, ഇത് പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് മാധവഘാട്ടിലൊക്കെ വരുന്നതിന്റെ 40 വർഷം മുന്നത്തെ കഥയാണ് ഞാൻ പറയുന്നത്, അല്ലെ 30 വർഷം മുന്നത്തെ കഥയാണ് പറയുന്നത്. അതിനുശേഷം അല്ലെ 2-3 വർഷം മുന്നേ പുത്തുമലയിൽ ഉരുളുപൊട്ടിയത്. അവിടെ ഇത് പൊട്ടിയ സമയത്തും ഈ വിഷയങ്ങളൊക്കെ വന്നില്ലേ? മുണ്ടക്കൈ മലയുടെ മുകളിൽ സ്വിമ്മിംഗ് പൂളുള്ള റിസോർട്ട് ഇല്ലേ? കോൺക്രീറ്റ് സൗധങ്ങളില്ലേ? റിസോർട്ട് കോൺക്രീറ്റ് സൗധമല്ലേ? മണ്ണിന്റെ സ്വാഭാവിക ഘടനയെ മാറ്റാതെ കോൺക്രീറ്റ് റിസോർട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പറ്റുമോ? എന്താ സ്വിമ്മിംഗ് പൂള്? കൃത്രിമ ജലാശയം. ആ റിസോർട്ടിന്റെ ഒരു 25-30 മീറ്റർ മാറിയിട്ടാണ് ഈ ഉരുളുപൊട്ടിയ അത് ഒലിച്ചു പോയിരിക്കുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം, ആ റിസോർട്ടിൽ താമസിക്കാൻ വന്നതിന്റെ പേരിലാണ് 2 ഒറീസയിൽ വന്ന 2 ഡോക്ടർമാരുടെ ജീവൻ പോയത്. 2 എയിംസിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെ ജീവൻ പോയി. ഒരാളുടെ ഭാര്യ തിരിച്ചുപോയി, ഒരാളുടെ ഭാര്യ ഗുരുതരമായ പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പൊ അവിടെ റിസോർട്ടിൽ വന്ന് താമസിച്ചതാണ് അവര്. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്.
അപ്പോ ഇത്തരത്തിലുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ റോഡ് വെട്ടി മുകളിലേക്ക് കയറ്റിയിരിക്കുകയാണ്. എന്നിട്ട് അത് ടിപ്പർ ലോറിയിൽ നിർമ്മാണ പ്രവർത്തനത്തിന്റെ സാധനങ്ങൾ പോവാണ്. ഇത്തരത്തിലുള്ള ജർക്കിംഗ് താങ്ങാൻ ശേഷിയുള്ള മണ്ണാണോ അത്? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വളരെ ലോലമായ പ്രദേശമാണ്. ഇവിടെ അധികം കളിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവിടെ പണ്ട് കൃഷി ചെയ്തിരുന്നു ആളുകൾ. കൃഷി ചെയ്ത് പ്രത്യേകിച്ച് തേയില തോട്ടങ്ങളാണ്, പിന്നെ ഏല കൃഷി ചെയ്തിട്ടുണ്ട്, മറ്റു പല കൃഷിയും ചെയ്തിട്ടുണ്ട്. ആളുകളെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിലുണ്ടാവുന്ന ഇളക്കങ്ങളും മാറ്റങ്ങളും മണ്ണ് സഹിക്കും. പക്ഷെ നിങ്ങൾ പൈലടിച്ചിട്ട് അല്ലെങ്കിൽ വലിയ തറ കീറി കോൺക്രീറ്റ് ഇട്ട് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് ആ മണ്ണ് താങ്ങുമോ? അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ ആ പ്രദേശം മുഴുവൻ കേരളത്തിലെ 131 വില്ലേജുകൾ, 12 ജില്ലകളിലായിട്ടുള്ള 131 വില്ലേജുകളാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പരിസ്ഥിതി ലോല പ്രദേശമായി നിശ്ചയിച്ചത്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 20,000 സ്ക്വയർ ഫീറ്റിന് പേരെയുള്ളത് പാടില്ല, മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് പാടില്ല, ഖനനം പാടില്ല, ഇങ്ങനെ ഒരുപാട് നിബന്ധനകളുള്ള വിജ്ഞാപനം കേന്ദ്രം 14 മുതൽ 2014 ഇറക്കിക്കൊണ്ടിരിക്കുക. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിന് അനുകൂലമായ പ്രതികരണം ഇല്ലാത്തത് കൊണ്ടാണ് അന്തിമ വിജ്ഞാപനം വരാത്തത്. ഇപ്പൊ 4 ദിവസം മുന്നേ ഈ ഏറ്റവും പുതിയ വിജ്ഞാപനം വന്നു. അവര് ഇനി അതിനെങ്കിലും അനുവാദം കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ അന്തിമ വിജ്ഞാപനം വരും. വയനാട് കോറി മാഫിയയും അതുപോലെ തന്നെ റിസോർട്ട് മാഫിയയും കയ്യേറിയിരിക്കുകയാണ്. എന്നോട് വയനാട്ടിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അമ്പലവയൽ പഞ്ചായത്തിൽ എത്ര കോറി ഉണ്ടെന്ന് എണ്ണിയാ തീരൂല എന്നാ പറയുന്നത്. എത്ര കോറി ഉണ്ട്, നാളെ അമ്പലവയൽ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല എന്നാ പറയുന്നത്. അമ്പലവയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേപ്പാടിയിൽ നിന്ന് വടുവഞ്ചാല് വഴി എത്തുന്ന സ്ഥലമാണ്. അത് ലേശം നല്ലോണം കിഴക്കോട്ടാണ്. ഇങ്ങനെ വയനാട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്യുകയാണ്. അതുമൂലം ഉണ്ടാവുന്ന ദുരിതം അനുഭവിക്കുന്നത് ആരാ? ആ എന്താ പറയാ അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാർ. തീർച്ചയായും. കാരണം ഇത്തരത്തിൽ രാഷ്ട്രീയ ഇടപെടലുകളുടെയും സ്വാധീനത്തിന്റെയും ഫലമായുള്ള ഈ അനധികൃത ക്വാറി നിർമ്മാണങ്ങൾ തന്നെയാണ് പശ്ചിമഘട്ട മേഖലയെ അപ്പാടെ തകർത്തെറിഞ്ഞത്. പക്ഷേ ഈ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിലും ക്വാറി ഉടമകളുടെ സംഘടന 20 വീട് വെച്ച് നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. അവരൊക്കെ മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ തന്നെ ഇനിയും പൊതുപ്രവർത്തനം നടത്തട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം ഈ സാഹചര്യത്തിൽ.